CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. CPMന്റെ മുതിർന്ന നേതാവും കേരളത്തിലെ കർഷക തൊഴിലാളി സമരങ്ങളുടെ മുന്നണി പോരാളിയുമായിരുന്ന വേലൂർ സ്വദേശി KS ശങ്കരൻ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ബിന്ദു ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരമർപ്പിക്കാനെത്തി. സാംസ്കാരിക നഗരിയിൽ ആവേശമായി സുരേഷ് ഗോപിയുടെ വിജയഘോഷയാത്ര. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിന് ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ നിയുക്ത MP സുരേഷ് ഗോപിക്ക് BJP പ്രവർത്തകർ ആവേശകരമായ സ്വീകരണമാണ് ഒരുക്കിയത്. കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടാൻ ശ്രമം നടത്തുമെന്ന് നിയുക്ത MP സുരേഷ് ഗോപി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റയുമായി ഇക്കാര്യം സംസാരിക്കുന്നുണ്ടെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. തൃത്താലയിൽ സ്കൂൾ അധ്യാപിക ജീവനൊടുക്കി. പിന്നാലെ മകളും ആത്മഹത്യാശ്രമം നടത്തി. പരുതൂർ മൂർക്കത്തൊടിയിൽ സജിനിയാണ് മരിച്ചത്. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് ഗൃഹനാഥന് പരിക്കേറ്റു. കോട്ടപ്പടി സ്വദേശി അഴിയത്ത് വീട്ടിൽ 71 വയസ്സുള്ള അബ്ദുൾ ഖാദറിനാണ് പരിക്കേറ്റത്. പുന്നേർകുളം സാഹിത്യ സമിതിയുടെ മാധവിക്കുട്ടി സ്മാരക പ്രഥമ പുരസ്കാരം പ്രമുഖ എഴുത്തുകാരി KR മീരയ്ക്ക്. ശനിയാഴ്ച വൈകിട്ട് 5-ന് കുന്നത്തൂർ PM പാലസിൽ സമിതിയുടെ വാർഷികം ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിക്കും. കടവല്ലൂർ പടിഞ്ഞാറ്റുമുറി തറമേത്താഴത്തോട് നവീകരിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ 3,93,600 രൂപ ചിലവിട്ടാണ് ഭൂവസ്ത്രം വിരിക്കലടക്കമുള്ള പ്രവൃത്തികൾ നടത്തിയത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിജയപരാജയം വ്യക്തമായി പ്രവചിച്ച KH ഖാലിദ് ആറ്റുപുറത്തിന് ആറ്റുപുറം പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഗുരുവായൂർ ചൊവ്വലൂർ പടിയിൽ ഓട്ടോറിക്ഷയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. തൈക്കാട് പേനത്ത് വീട്ടിൽ മുഹമ്മദ് റൌഫിനാണ് പരിക്കേറ്റത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി ചൊവ്വനൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ വനിതകൾക്കുള്ള പഞ്ചാരിമേള പരിശീലനം ആരംഭിച്ചു. പത്രവായന വളർത്തി വിദ്യാർത്ഥികളിൽ അറിവ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മലയാള മനോരമ നടത്തുന്ന വായനക്കളരി തിപ്പിലശ്ശേരി ALP സ്കൂളിൽ തുടങ്ങി. തൃശൂർ മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പോളി TJ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മെഡിക്കൽ കോളേജിലെ ഹൌസ് സർജനോട് അപമര്യാദയായി പെരുമാറി എന്ന പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് സസ്പെൻഡ് ചെയ്തത്. ചാലിശ്ശേരി റോയൽ ഡെന്റൽ കോളേജിലെ പ്രോസ്തോഡോന്റിക് വിഭാഗത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള അസോസിയേറ്റ് ഫെലോഷിപ്പ് ഇൻ ലേസർ ഡെന്റിസ്ട്രി പ്രോഗ്രാം നടത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.